ഹായ് എവരിവൺ. ഇന്ന് ജൂൺ 7, നാളെ ജൂൺ 8. എന്താ പറയാൻ കാരണം വെച്ചാൽ നാളെ ഞങ്ങൾ യൂറോപ്പിലേക്ക് ടാറ്റ ബൈ ബൈ പറയാണ്. സ്ഥിരമായിട്ടല്ല, ഒരു ട്രിപ്പ് പോവാണ്. ഒരു 10 ദിവസത്തെ 5 കൺട്രീസ്. എൻ്റെ കൂടെ മിസ്റ്റർ സായി കൃഷ്ണനുണ്ട്. എക്സൈറ്റഡ് ആണോ? എനിക്ക് ഒരു എക്സൈറ്റ്മെന്റും ഇല്ല. നാട്, ഹരിതാപ, പച്ചപ്പ്, പൊറാട്ട, ബീഫ് അല്ലേ, വൈകുന്നേരത്തെ ചായ, പരിപ്പുവട എല്ലാം മിസ്സാവും. സായിപ്പന്മാരെ ടച്ച്. ഒരു 10 ദിവസത്തെ ട്രിപ്പിന് പോവാന്ന് പറഞ്ഞപ്പോ തന്നെ ടെൻഷനായി. ചായ കുടിക്കാൻ പറ്റില്ല. ചായ ഉണ്ടാവും കൂടെ, ചായ കോഫി ഒക്കെ ഉണ്ടാവും. കോഫി ഉണ്ടാവും തോന്നുന്നു. പരിപ്പുവട, ഹരിതാപും പച്ചപ്പും മിസ് ചെയ്യും. അതൊക്കെയാണ് സായിന്റെ ഏറ്റവും വലിയ വേവലതി. നാട്ടിലെ മഴ മിസ് ചെയ്യും. വെടിയപ്പ് മിസ് ചെയ്യുന്നോ? അല്ല, വേൾഡ് കപ്പ്. വെടിയപ്പ് ഉദ്ദേശിച്ചത് മറ്റേ സാധനടാ. ഞാൻ ഉദ്ദേശിച്ചത് നമ്മള് ദോഹ വഴിയാണ് പോണത്, ഖത്തർ വഴി പോയിട്ട്. അപ്പൊ ഖത്തറിൽ പിന്നെ ഓൾറെഡി വെടിവെപ്പുണ്ട്. നമ്മള് പറന്നു പോകുമ്പോ അവിടെ നിന്ന് ഇപ്പുറത്തൊക്കെ നല്ല ലൈറ്റ് തെളിച്ചും കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്തോ ഒരു ലൈറ്റ് എന്തോ വരുന്നുണ്ട്. പക്ഷെ ഒക്കെ അത് ഡ്രോണുകളാവും മിക്കവാറും. അപ്പൊ നമ്മള് ജൂൺ 8 ട്രാവൽ ചെയ്യുന്നത്. ഇന്നിപ്പോ ജൂൺ 7 ഞങ്ങൾ കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ് കയറുന്നത്. കൊച്ചി ടു ദോഹ, ദോഹ ടു ആംസ്റ്റർഡാം, നെതർലാൻഡ്സ്. അപ്പോൾ ഇന്ന് രാത്രി മീൻസ് ജൂൺ 8 രാവിലെ 4:15 ഫ്ലൈറ്റ്. 4:15 ഫ്ലൈറ്റ്. അവിടെ ഖത്തറിൽ 6 മണിക്ക് എത്തും. പിന്നെ ഖത്തറിന്ന് 9 മണിക്ക് പുറപ്പെട്ടിട്ട് നെതർലാൻഡ്സിൽ 2:45 എത്തും. അപ്പോൾ മൊത്തം ഒരു 4 മണിക്കൂർ പ്ലസ് ഒരു 6 മണിക്കൂറാണ് ട്രാവൽ. സത്യം പറഞ്ഞാൽ എനിക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ വണ്ടികളിൽ മറ്റേ നമ്മുടെ നോർമൽ കാർ യാത്ര അല്ലെങ്കിൽ ട്രെയിനൊക്കെ ആകുമ്പോൾ നമുക്ക് പുറത്തെ കാഴ്ചകളും കണ്ടിരിക്കുക. പക്ഷേ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. നമ്മളിങ്ങനെ വെറുതെ വായുമ്പോൾ ഇങ്ങനെ മുന്നത്തെ സീറ്റിൽ നോക്കിയിരിക്കേണ്ടി വരും. എക്കോണമിയാണ്, എന്നാലും ഫ്രണ്ടിലെ സീറ്റിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ, അപ്പോൾ അഥവാ വിൻഡോ സീറ്റ് ആണെങ്കിലും നമുക്ക് പുറത്തുള്ള മറ്റേ മേഘങ്ങളും മാത്രമേ കാണാൻ പറ്റില്ല. പ്രത്യേകിച്ച് കാണാൻ മാത്രമുള്ള സാധനം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ യാത്ര വെച്ചാൽ ഭയങ്കര എന്താ പറയുക, ഞാൻ എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നോക്കും, ടൈമിൽ നോക്കും. മൊബൈലിൽ നോക്കും, അല്ലെങ്കിൽ വാച്ചിൽ നോക്കുമ്പോൾ ടൈം അനങ്ങേ ഉണ്ടാവില്ല. ടൈം അനങ്ങാതെ ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലും ടൈം അനങ്ങാത്തുള്ളത്. ചളി അടിക്കണം. വാച്ചില് ബാറ്ററി ഉണ്ടാവില്ല. അതല്ല, ഞാനൊന്ന് ഉറങ്ങി എണീക്കുമ്പോ അപ്പൊ 10 മണിക്ക് എണീച്ചു, അല്ല വണ്ടിയിൽ ട്രാവൽ ചെയ്യാണ്, ഫ്ലൈറ്റില് കിടന്നുറങ്ങി. എണീക്കുമ്പോ നോക്കുമ്പോ ഉണ്ടാവും 10:01, 10:02 ആവുള്ളൂ. അല്ലാതെ ഒരു അനക്ക ടൈം അനങ്ങാറില്ല. ബാറ്ററി കിടന്നിട്ടല്ല. നല്ല ശരിക്കും പറഞ്ഞാൽ അതാണ് ഫ്ലൈറ്റിലെ യാത്ര ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അതെന്താ വെച്ചാൽ ബോറടിക്കുക, അതാണ് സംഭവം. പിന്നെ ഫോൺ നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളെ പ്രഭിയാണ് കൊണ്ടുപോയി കൊണ്ടാക്കി തരുന്നത്. ഇവിടെ എയർപോർട്ടിലേക്ക് പ്രബി ദാസ്. അപ്പോൾ നമ്മളിപ്പോൾ തൃശ്ശൂർ എത്തി. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കണം. ഫുഡ് ഞങ്ങൾ കഴിച്ചു. ഞാൻ അതിന് മുന്നൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇത് കഴിഞ്ഞിട്ടിടും. ഞാൻ ഞങ്ങൾ എന്താ വെച്ചാൽ ഫുഡ് കഴിക്കുന്ന കാര്യം പറയാം. സായിക്ക് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട്. കാരണം ഇവിടുത്തെ പച്ചച്ചോറും ഹരിതാവും മറ്റില്ല, പച്ചച്ചോറ്, സാമ്പാർ, ഉപ്പേരി, മീന്, അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കാമെന്ന് വെച്ചിട്ട് സമക്ക് ഹോട്ടൽ, നമ്മൾ കോട്ടയ്ക്കൽ സമക്ക് ഹോട്ടൽ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ കഴിച്ചിട്ടാണ് പോണത്. കാരണം അവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട്, കാരണം 10 ദിവസം ഇനി റൊട്ടിയും ബണ്ണൊക്കെയാണല്ലോ കഴിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഐറ്റിനറിയിൽ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. എന്നാലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നമുക്ക് തോന്നുന്നത് നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആവും, നമ്മൾ കേരള റെസ്റ്റോറൻറ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ബുഫേ, നമ്മുടെ ഹോട്ടലിലുള്ള ബുഫേ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടുത്തെ ഫുഡുകളാവും കൂടുതൽ. പിന്നെ പറയുന്ന പോലെ ഏതിടത്ത് പോയാലും ഏതെങ്കിലും ഒരു മലയാളി ഉണ്ടാവുന്ന ഉറപ്പാണല്ലോ. ഇപ്പം നമ്മൾ അന്ന് ദുബായി പോയപ്പോഴുണ്ടായിരുന്നു, ദുബായിലെ ഹോട്ടലിൽ അവിടെ മലയാളികൾ ഉണ്ടായിരുന്നു, മീൻസ് കുക്കായിട്ട്. അപ്പോൾ പിന്നെ ഒബ്വിയസ്ലി അവിടെയാണെങ്കിലും എല്ലായിടത്തും ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത്, പിന്നെ എനിക്ക് ആകെ ഒരു ടെൻഷൻ ഉള്ളത്, അത് ഞാനിപ്പോൾ എല്ലാവരോടും പറഞ്ഞ സാധനമാണ്. ആ ഒരു ടെൻഷൻ കാരണം എനിക്ക് അത് എന്താ പറയുക, ആ ടെൻഷൻ കാരണം എനിക്ക് ഭയങ്കര ഒരു മൂഡ് ഓഫിലാണ്. കാരണം എനിക്ക് അവിടെ ടോയ്ലറ്റിൽ ടോയ്ലറ്റ് പേപ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. ആ ഒരു സാധനം വെച്ചിട്ട് ഞാൻ എൻ്റെ മൈൻഡ് ഔട്ടായി. സത്യം പറഞ്ഞാൽ ഞാൻ ട്രിപ്പിന് പോകാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷെ ഞാൻ ആ സംഭവം ഇങ്ങനെ ആലോചിച്ച് ഞാൻ ഗൂഗിളിലൊക്കെ അടിച്ച് കുറേ തപ്പി നോക്കി. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലെ റൂംസൊക്കെ ചെക്ക് ചെയ്തു, എല്ലാ സാധനവും ചെക്ക് ചെയ്തു. പക്ഷെ നമ്മുടെ ടോയ്ലറ്റിൽ WCയിൽ മാത്രം മറ്റേ ഹാൻഡ് ഷവർ ഇല്ല. ഉണ്ടാവുമെന്ന് അറിയില്ല, പക്ഷെ ഉണ്ടാവുമെന്നുള്ള എക്സ്പെക്ടേഷനിൽ പോവുകയാണോ എന്ന് എനിക്കറിയില്ല. എനിക്കത്
അതെനിക്ക് ഇല്ലാന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്റെ മൂഡ് ഓഫ് ആയി സത്യം പറഞ്ഞാൽ. പക്ഷെ എന്താ അറിയില്ല, എന്തായാലും നമ്മൾ യൂസ്ഡ് ആവണം. നോക്കട്ടെ, പോയി കഴിച്ചു നോക്കട്ടെ. പോയി നോക്കട്ടെ അവിടെ പോയിട്ട് എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പൊ നമ്മള് എന്തായാലും ഇനി ഫുഡ് കഴിക്കുന്നത് ഞാൻ കാണിച്ചത്. നമ്മൾ എന്തൊക്കെയാ കഴിച്ചെന്നുള്ളത്. നമ്മൾ മീനും ചോറൊക്കെ ഉണ്ട് കഴിച്ചത്. അപ്പൊ ഇനി എന്തായാലും ഞാൻ ഇനി ഇവിടെ ഇപ്പൊ ആ ചോറുണ്ട് സാധനം വീഡിയോ കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇനി ചായ കുടിക്കാൻ പോണത് കാണിച്ചത്. കടായി ചായയോ? ആ, ഞാൻ ചായ കുടിക്കാൻ പോട്ടെ. നല്ല മഴ ഉണ്ട് എന്തായാലും. യൂറോപ്പ് ട്രിപ്പ് പോണതിന് മുന്നേ കുറച്ച് ചോറും മീനും കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ യൂറോപ്പ് ട്രിപ്പ് പോണതിന് മുന്നേ സായിക്ക് വെജല്ല ചോറും പച്ചച്ചോറും മീനും കഴിക്കണം എന്ന് ആഗ്രഹം. അങ്ങനെ നമ്മൾ കോട്ടയ്ക്കലുള്ള സമക്ക് ഹോട്ടലിൽ വന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ നമ്മൾ നേരെ കൊച്ചിയിൽ നേരെ പോകും. പറഞ്ഞ പോലെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിപ്പോൾ കോഫി നമ്മുടെ നാട്ടിലെ ഹരിതാപവും പച്ചപ്പും ഹരിതാപവും പച്ചപ്പും ചായയും കാപ്പിയും ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അവിടെ ബൂസ്റ്റ് ഹോർലിക്സ് ഉണ്ടാവില്ലേ? അതൊക്കെ ഉണ്ടാവുക. പക്ഷെ അവിടെ കൂടുതൽ കോഫികളാണ് കൂടുതലുണ്ടാവുക, പല കഫേ കോഫികൾ. എന്തായാലും നമ്മുടെ നാട്ടിലെ ബൂസ്റ്റും കോഫിയൊക്കെ ഒന്ന് കുടിക്കട്ടെ. അപ്പോൾ നമ്മുടെ ബൂസ്റ്റ് വന്നിട്ട് വിത്തൗട്ട് ഷുഗർ. എന്താ ടേസ്റ്റ്. ഈ 10 ദിവസം നമ്മളെ അവിടുത്തെ ഫുഡും അവിടുത്തെ മറ്റേ വികാരമില്ലാത്ത ബണ്ണും സാധനങ്ങളൊക്കെയാണ് നമ്മൾ കഴിക്കാൻ പോണത്. എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യും. എന്നാലും അത് കഴിഞ്ഞ് നാട്ടിലേക്ക് 10 ദിവസം തിരിച്ചു വരുമ്പോഴുള്ള ഒരു ഫുഡ് സംഭവം അത് വേറെ തന്നെയാവും. ആ ഫീല്. നമ്മളിപ്പോൾ എയർപോർട്ടിലെത്തി. സമയം 10:30 ആയപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തി. 1 മണിക്ക് എത്തിയാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ നേരത്തെയും കാലത്ത് എത്തി. എന്താ ഇവിടെ എല്ലാവരും ഞങ്ങളെ കൊണ്ടാക്കാൻ വന്നിട്ട്. അബി നേരത്തെ പ്രഭി മാത്രമേ അബി ഞങ്ങളെ കൊണ്ടാക്കാൻ വേണ്ടി അവിടുന്ന് നാട്ടിൽ നിന്ന് ബസ് പിടിച്ചു പോകുന്നല്ല, തിരിച്ചു പോകാൻ കുതിരക്ക് കണ്ണാണല്ലോ. ഞാൻ പിന്നെ അമേരിക്കയിൽ നിന്നാണ് വന്നത്. നാട്ടിൽ നിന്ന് വന്നാണെങ്കിൽ തിരിച്ചു പോകാൻ കണ്ണാണ്. നാട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് തിരിച്ചു പോകാൻ കണ്ണ് കല്ലെന്ന് പറഞ്ഞിട്ട് അബിനെ വിളിച്ചതാണ്. ഒറ്റയ്ക്ക് വന്നു. നാട്ടിൽ നിന്ന് വന്നു. അബി ഒറ്റയ്ക്കല്ലേ വന്നത്? ഒരു ബംഗാളി ഉണ്ടല്ലോ വലുത്. അതാണ് അങ്ങനെ എന്നാലും വലുത് തന്നെയാണ്. അപ്പൊ നമ്മളിപ്പോ സമയം എന്തായാലും 1 മണി വരെ ഇങ്ങനെ വെറുതെ ഇരിക്കണം. ഇപ്പൊ ജുനൈസ് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ജുനൈസ് വന്നിട്ടില്ല. ഇറങ്ങിയിട്ടുള്ളൂ. വരും രവിക്ക് ജുനൈസിന്റെ കാണണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ജുനൈസിനെ വെയിറ്റ് ചെയ്യാണ്. ജുനൈസ് വന്നിട്ട് ഇനി നമ്മള് പറയട്ടെ. ജുനൈസിന്റെ മൈൽസ് ട്രിപ്പ് പറഞ്ഞ ഒരു പാക്കേജിലാണ് ഞങ്ങൾ പോണത്. ജുനൈസ് ആണ് ഇതിന്റെ മെയിൻ ആള്. പിന്നെ പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ മൈൽസ് ട്രിപ്പ് പറഞ്ഞ പാക്കേജിലാണ് ഞങ്ങൾ 10-25 പേരോളം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി യൂറോപ്പ് പോവാണ്. നല്ല അടിച്ച് പിടിച്ച് 10 ദിവസത്തെ ട്രിപ്പ് 5 കൺട്രീസ്. ഇങ്ങനെയാണ് കൺട്രീസുകളുടെ പേരൊക്കെ ഞാൻ പറഞ്ഞുതരാം. മറ്റേ ഫ്രാൻസ് ഉണ്ട്, ബെൽജിയം ഉണ്ട്, ജർമ്മനി ഉണ്ട്, സ്വിറ്റ്സർലാൻഡ് ഉണ്ട്, ഇറ്റലി ഉണ്ട്, പിന്നെ എന്താ നെതർലാൻഡ്സ്. അങ്ങനെ 6 കൺട്രീസ് ഉണ്ട് കേട്ടോ. 6 കൺട്രീസ് ഒക്കെ അടുത്തടുത്താന്നുള്ളൊരു ബോധമുണ്ട്. പിന്നെ ഷെങ്കൻ വിസ ഒക്കെ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഫസ്റ്റിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടി. അടിച്ച് പാസ്സായിട്ടുണ്ട് ഷെങ്കൻ വിസ. അപ്പോൾ ഇനിയും യൂറോപ്പ് ട്രിപ്പുകളിൽ പോകാൻ പറ്റട്ടെ ഞങ്ങൾക്ക്, അല്ലേ? ഇവർക്ക് ഏഷ്യൻ ട്രിപ്പാണ് കൂടുതൽ താല്പര്യം. നല്ല ആൾക്കാർക്ക് നല്ല ആൾക്കാർക്ക് പോയോ? എവിടെ? 2 പട്ടായ, ഒരു ഫുക്കറ്റ്. ശരിയാ. ഒന്ന് നമ്മളെ മനസ്സിലായി. ശരിയാ 3 പോയിട്ടുണ്ട്. ഒട്ടും ഡ്രാമയുടെ നേരം പറയില്ല. നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വന്നാണ്. ഞാൻ ഇതിന്റെ മുന്നത്തെ വീഡിയോ എടുത്തപ്പോൾ തന്നെ ജുനൈസ് വന്നിട്ടുണ്ട്. ഞങ്ങൾ അഭിനയിച്ചതാണ്. അഭിനയ കുലപതിയായ ജുനൈസ് ഉണ്ടാകുമ്പോ നമ്മളെന്തെങ്കിലും അഭിനയിക്കണ്ടേ? അപ്പൊ നമ്മളിപ്പോ ചില്ലിയാനായിട്ട് എങ്ങോട്ടാ പോണത്? ഞാൻ പറയണം. യൂറോപ്പ് നെതർലാൻഡ് തുടങ്ങി
ബെൽജിയം തുടങ്ങി, പാരീസ് തുടങ്ങി, നമ്മൾ ഏറ്റവും കൂടുതൽ ഡേയ്സ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത് സ്വിറ്റ്സർലാൻഡ്. ഞാൻ ഇത് പറയണം, ജുനൈസിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാ പേജിൽ, അടിപൊളി സാധനം. അത് കണ്ടിട്ട് ജുനൈസിനോട് പറഞ്ഞിരുന്നു എനിക്കും എന്നെ ഒന്ന് കൊണ്ടുപോകുക. എന്റെ ഓൺ കമ്പനിയിൽ നമ്മള് പോവാണ്. ബെർലിൻ എക്സ്പ്രസ് ഒക്കെ വഴി ഫുള്ള് ചുറ്റിക്കറങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് യാത്ര. ജുനൈസ് ഒരു 3-4 വട്ടം പോയിട്ട് തോന്നുന്നു അല്ലേ? കൊറേ പോയില്ലേ? പോയി കുറച്ചധികം പോയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ കൂടെ വന്ന് ഞങ്ങൾ എന്തായാലും കുറച്ച് ആൾക്കാരുടെ കൂടെ പോകുമ്പോൾ കിട്ടുന്ന ഫീല് അത് ഫസ്റ്റ് ടൈമാണ്. ഞാൻ എപ്പോഴും സോളോ ആണ് പോണത്, ആദ്യമായിട്ടാണ് ഇങ്ങനെ പോണത്. അപ്പൊ കിട്ടില്ലായിരിക്കും. അതെ, അടിപൊളി. ഞങ്ങള് വെറുപ്പിച്ചാൽ ഒക്കെ സഹിക്കേണ്ടി വരും. അങ്ങനെയൊന്നുമല്ല, അവരൊക്കെ പാവങ്ങളാണ്. ഞങ്ങള് പാവങ്ങളാണ്. ഈ വീഡിയോയിലൂടെ കാണുന്ന ആൾക്കാരൊന്നല്ല, റിയാലിറ്റി ഇല്ല. വെറുതെ പഞ്ചപാവങ്ങളാണ്. അപ്പൊ നമ്മള് മൈൽ ട്രിപ്പ്. അപ്പൊ ഇനി ജുനൈസിന്റെ പാക്കേജിൽ താല്പര്യമുള്ളവരൊക്കെ പോയി. ജുനൈസ് നല്ല കോർഡിനേറ്റ്. പ്രൊമോഷൻ ഒന്നും ആദ്യം നമ്മുടെ ട്രിപ്പ് തുടങ്ങിയിട്ട് പോലും എയർപോർട്ടിൽ എത്തിയിട്ട് പോലും. ശരി, പ്രൊമോഷൻ ഒന്നുമില്ല, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ എല്ലാവരും വേണ്ടവർക്കും ജുനൈസിനെ കോൺടാക്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. ആരോ വിളിക്കുന്നുണ്ട്. ജുനൈസിന്റെ ഫുള്ള് ഫാൻസ് ആണ്. സായിനെ കാണിച്ചു കൊടുക്കും, പുറകിൽ ഏതോ ഫോൺ വിളിക്കാം. ചെയ്തോണ്ടിരിക്കുകയാണ്. അടുത്ത വീഡിയോ ഇടാൻ വേണ്ടിയുള്ള ഒരു തപ്പൽ നടക്കുകയാണ്. അപ്പൊ നമ്മളിനി എയർപോർട്ടിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് എമിഗ്രേഷൻ കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്ന തുടങ്ങി നമ്മൾ നെതർലാൻഡ് എത്തുന്നവരെയുള്ള ഇത് എത്ര പാർട്ട് ഉണ്ടാവും? അല്ലല്ല, ഇതിന് എൻഡിങ് എങ്ങനെ? പേടിക്കണ്ട, ഞങ്ങൾ 5 ആൾക്കാർ ഈ ചാനൽ കാണുള്ളൂ. പേടിക്കണ, ഞങ്ങൾ 5 ആൾക്കാർ ഈ ചാനൽ കാണുള്ളൂ. ആ ചാനലിന്റെ പേര് പറഞ്ഞിട്ട് ഒരു കൂടി കാണില്ല. എന്തായാലും നോക്കും. ഒരു 5 കൂടി കൂടിക്കണോ? കൂടിയില്ലേ? ഒരു 5 വ്യൂസ് കൂടി കൂടുതലുണ്ട്. അഭിന്റെ പ്രശ്നം കട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് പൊളിക്കാട്ടോ. നമ്മളിനി അടിച്ചു വിളിക്കാൻ പോവാണ്. എയർപോർട്ടിൽ കയറിയിട്ടില്ല, ഇനി സമയമുണ്ട്. ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഒരു ചായ കുടിക്കാം കേട്ടോ. ഞങ്ങൾ 4 മണിക്കാണ് ഫ്ലൈറ്റ്. ഞാൻ ഇവരോട് പറഞ്ഞതാണ് 1 മണിക്ക് എയർപോർട്ടിൽ വരാൻ പാടുള്ളൂ. ഒന്നെങ്കിൽ ഞങ്ങൾ ലേറ്റ് ആവും അല്ലെങ്കിൽ നേരത്തെ ആവും. അതാണ് 11 മണിക്ക് വന്നേക്കാ. 10:30 വന്നേക്കോ? 10:30 വന്നേക്കാ എയർപോർട്ടിൽ. അപ്പൊ ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് വന്നു. ആദ്യം ഇൻട്രോ തന്നെ 2:30 മണിക്ക് 2:30 മിനിറ്റ്. അതിന് മുന്നേ വീട് എടുത്തു കഴിഞ്ഞു. കുഴപ്പമില്ല. അപ്പൊ ഓക്കെ, ഇനി നമുക്ക് ബാക്കി ഉള്ളിൽ കയറിയിട്ടൊക്കെ കാണാം. ബൈ. അങ്ങനെ ഗൈസ്, എന്നെ യാത്രയാക്കാൻ വന്ന ഞങ്ങളെ യാത്രയൊക്കെ വന്ന പ്രബീൻദാസ് ഇവിടെ കിടന്നുറങ്ങുന്നു. നാളെ മുതല് ഈ ചൊത്ത പ്രബീനൊന്നും കാണേണ്ട ആവശ്യം എനിക്കില്ല. സായിപ്പിനെ കണ്ടാ പോലെ. നാളെ മുതൽ ഇപ്പോൾ ഇവിടെ പ്രബി. അപ്പൊ നമ്മളിപ്പോ കൊച്ചി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ 8 മണിക്ക് കൊറേ നേരം എത്തിയിട്ട് എന്നിട്ട് ഇപ്പൊ വീഡിയോ ഒക്കെ എടുത്തിട്ട് സായി വീഡിയോ എടുത്തിട്ട് എത്തി 1 മണിയായിട്ട്. അപ്പം നമ്മൾ എമിഗ്രേഷന് കയറാനായിട്ട് ക്യൂ നിൽക്കുകയാണ്. ഭയങ്കരമായി ക്യൂ ആണ് ഇവിടെ. ഒടുക്കത്തെ ആൾക്കാരാണെന്ന്. അപ്പം നമ്മൾ ബാഗേജ് ഒക്കെ ഡ്രോപ്പ് ചെയ്ത് എമിഗ്രേഷനിലേക്ക് പോകും. എന്നിട്ട് നമ്മൾ സമയം നമ്മൾ KFC കഴിക്കും. KFC ആണോ? KFC എന്തെങ്കിലും നല്ല ഫുഡ് ഉണ്ടെങ്കിൽ കഴിക്കും. പിന്നെ ജുനൈസിന്റെ അടുത്ത് മറ്റേ ലോഞ്ച് ഉണ്ട്. 1 രൂപയ്ക്ക് നമുക്ക് ഇഷ്ടം പോലെ ലാവിഷായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. ഒരാൾക്കുള്ളൂ. ഇവിടുത്തെ അധികം ലോഞ്ച് വർക്ക് ചെയ്യില്ല. ഇനിയിപ്പോ അങ്ങനെ പറയാം. അല്ല, സീരിയസ്ലി ഈ ഹാൻഡ് ബാഗിൽ ഫുള്ള് മണിയാണ്. ചളി ഫുള്ള് പൈസ വന്നിരിക്കുകയാണ്. എന്താ ചെയ്യണമെന്ന് അറിയില്ല. ഞങ്ങളോട് പറഞ്ഞു ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സഹായിക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങളുടെ എന്തെങ്കിലും പൈസ ഇല്ല. ജുനൈസാണ് എല്ലാം ശരണം. ഞാനാണ് ഇവർ ട്രിപ്പ് സ്പോൺസർ ചെയ്തുകൊണ്ടോ. ഇതൊരു സ്പോൺസർഷിപ്പ് ട്രിപ്പാണ്. അപ്പൊ ഈ ജുനൈസിന്റെ ആർക്കെങ്കിലും ഈ ട്രിപ്പിൽ പോകുന്നുണ്ടെങ്കിൽ 2 പേർക്ക് ജുനൈസ് സ്പോൺസർഷിപ്പ് എടുക്കണമായിരിക്കും. ഇപ്പൊ നമ്മൾ ഇമിഗ്രേഷൻ്റെ സായി വീഡിയോ എടുത്തത് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. യെസ്, നമ്മളിപ്പോ മലയാളം I don't know Dutch, but we can speak in English. I thought you have to speak in English because we are traveling to Europe. You have to speak in German. No, I don't know German. Then I know English. That's very well enough. English is not the native language of German. Why I should speak all the native languages? Then why you are speaking in English now? Not only English. It's Now an you are international language. Now you are. Universal Who language. said that is an international language? Universal language. You know who said it is universal I'm language? telling you. Now we are in Kochi airport, so we have to speak in Malayalam only. I have already checked into the international terminal of Kochi International. So you Airport. became international. I don't speak English. I just forgot all Malayalam. All this. All this. Video. I will tell.
All this petty politics, religion, what a fucked Hey, up nation. you are going to a country where racism is it that you speak, okay? That is fine. I'll So go, you- I'll experience, I'll come back. So you enjoy racism am- rather than this I kind am- of international terminal. നമ്മൾ അന്ന് ദുബായി പോയതിനേക്കാളും ഭയങ്കര എന്തോ എനിക്ക് തോന്നുന്നത് അധികം തിരക്കില്ല കേട്ടോ. കാരണം നമ്മളിപ്പോൾ രാത്രി 1 മണി 2 മണിയായി. അന്ന് പോയപ്പോൾ ഉച്ചയ്ക്കോ രാവിലെ ഒന്നാണ് പോയത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ അധികം തിരക്കില്ല ഇപ്പോൾ. Why you are speaking this blah 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 Malayalam? Shut up, you lady. No civic sense. Taking video in this airport. Here nobody is there. If someone is telling us, they I will am telling. I am throw someone. my phone. Who told you nobody is there? I am there. You are not alone. Alone. Why you are telling like this bullshit, sir? Bloody old lady. അപ്പോൾ നമ്മളിനി പറക്കാൻ പോകുന്നു. ഞാൻ സ്വിറ്റ്സർലാൻഡ് കാണാനുള്ള ഒരു ഇതിൽ നിൽക്കുക. ഇതിങ്ങനെ ഒളിഞ്ഞ് ചിരിച്ചിരിക്കുന്നത്. എനിക്കെൻ്റെ സ്വിറ്റ്സർലാൻഡിലെ ആ സ്ഥലങ്ങൾ എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള. ഞാൻ പണ്ടൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. You are carrying a bucket? Yeah, you didn't see my A bucket? You didn't see my bucket. Why you carry bucket? Because I already said like there is no No, I hand saw you shower. are crying there with there is no hand shower. You There have is to no hand wipe your shower. ass with Tissue paper. toilet paper. I am really scared of that one and I am really You do one traumatized. thing, you go to one head shower and show your ass like this and clean. Really, I am thinking of that only. I know, you will do that also. If that is not there, you will go inside pool also. I know. If actually we are going to the countries and where we are staying, hotels like Holiday Inn, Crown Plaza, and some other. All hotels are there in Kerala also. Okay. Crown Plaza, Yes. Holiday. This bloody Junaid with only this low class hotels. No, is it a low class or it is a 4-star hotel? Okay. If it's in Kerala, it's high class. If If you go to Germany, if you go to Italy, that is low class. yes, that we felt already in Dubai. Nunais told all Nunas. He's not Junaid, he's He's a Nunais. poor fellow. Oh, Please poor keep fellow. calm. Nothing. He told business class ticket. Only economy. Economy ticket. Like we have to travel like we are going in a KSRTC bus. Why should I? So you are saying KSRTC is a local or something like a It's similar to local, economy? yes. KSRTC have super deluxe, AC semi sleeper, and it also have a Dapla tune. The one which is stolen yesterday. From Palakkad. I don't know. Anyway, Anyway, what I can do. let's enjoy the trip. I am leaving Kerala. I don't Are you know. excited? No, I am not excited. Why? Why should I be excited? What is that excitement factor in this trip? You tell me. I One am- side I am it's you here. and the other side is that Nunais. Why should I get excited? I am here now. One So side you, say one side Nunais. so you get Why lost I, from why, here. why I have to be excited? So you get lost One from side here. he will be talal. This side he will be full no. Why should I be excited? I have only excitement because I can go and eat some Dutch food. I am going to see the sceneries which I only What saw sceneries? in a See, notebook cover. easy. I will tell you one thing. It's all sceneries you can see in Kerala. All Pachappu, Haridaba, Bangi, Mara. But there is Why no you have rain to see? over there. No rain, but Pachappu is there, no? Now we are Grasslands. going into a summer area, summer time, okay. And Junaid said till 10 o'clock, 11 o'clock Junaid it will will be tell many things. till 10 o'clock it will be like a hot climate only, like it's a sunny time. Sunny. Then what else you want to say? I Nothing, don't right? want to tell anything. My subscribers are Malayali people, okay, so you should You speak in have Malayalam. subscribers, 10 people, 11 people. If you put this video also, 10, 11 will see. I can tell anything here. Just before this video, Abhilash said some counter things which hurted me. I will say to him that I didn't show this to him. To Sai, I will show that after this video. Okay, so let's go for a trip. Excitement illa ende kude ullondo. Are you excited? No. Thank you so much.
I am going. I said him always like I will If I go. go to Pattaya, I will be excited. That I know. You will get like not lot of massages, spas and etc. Right? Boom boom. With With boom boom many ladies. yeah, you go and enjoy. Okay. Okay. Then let's go. അങ്ങനെ നമ്മൾ വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. രാത്രി 2:50 കഴിഞ്ഞു. അല്ലെങ്കിൽ ഈ ട്രിപ്പിൽ ഫുഡ് അടി മാത്രമേ ഉണ്ടാവും. 3 മണിയായി. കോഫി പറഞ്ഞിട്ട് ജുനൈസ് ബർഗർ വാങ്ങിക്കൊണ്ടുണ്ട് ബർഗർ കിങ്ങിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഖത്തർ എയർവേസിൽ പോവുകയാണ്. ഫസ്റ്റ് യൂറോപ്പ് ട്രിപ്പ്. എക്കണോമി ക്ലാസ്. ബിസിനസ് ക്ലാസ് എന്നൊക്കെ തള്ളിയിട്ട് അവസാനം എക്കണോമി. ആ സ്നേഹം ഇവിടുന്ന് വരുന്നില്ല, ഇവിടെ കിടന്ന് വാ മതി. ഞാൻ സാധനം പോസ്റ്റ് ചെയ്യില്ല, അതാണ് കോമഡി. ജുനൈസ് ഞങ്ങളെ ബിസിനസ് ക്ലാസ്സിൽ കയറ്റത് എക്കോണമി ക്ലാസ്സിലേക്ക്. ബുദ്ധി മനസ്സിലാവുന്നില്ല, നമ്മൾ എന്നെ വിറ്റുകൊണ്ടിരിക്കുക. അത് കുഴപ്പമൊന്നുമില്ല. ജുനൈസ് വലിയ സെലിബ്രിറ്റി അല്ലേ. സ്നേഹയുടെ ഫസ്റ്റ് യൂറോപ്പ് ട്രിപ്പാണ്. ഇനി നമ്മള് കുറെ യാത്രകൾ ചെയ്യട്ടല്ലേ. ഒരുപാട് യാത്രകൾ ചെയ്യണം. പിന്നെ ഒരുപാട് പടങ്ങളുണ്ട് കാണിച്ചു. സയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. അയ്യേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് ഈ റിവ്യൂവിൽ തള്ളിയത് നല്ല പടം. ഞാൻ തള്ളിയിട്ടൊന്നുമില്ല. എങ്ങനെയാണ് ഇവർ ഓരോ പടങ്ങള് റിവ്യൂ ചെയ്യണം? ഞാനാ എന്നെ പറഞ്ഞത്. സ്നേഹ ഞാനാണ്. അറബിക്കുണ്ടല്ലോ. അറബിക്കൊന്നും അപ്പോൾ നമ്മുടെ ഖത്തർ എയർവേസ് കൊള്ളാട്ടോ, അടിപൊളിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഖത്തർ എയർവേസിൽ കയറിയേ. ഇതിലുള്ള ഏറ്റവും സൗകര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു തലനുണ്ട്, പിന്നെ ഒരു ബ്ലാങ്കറ്റ് ഉണ്ട്. ബ്ലാങ്കറ്റ് ഇതിൻ്റെ അടിയിൽ വെച്ചതാണ്. വർക്കാതൊരു സ്ക്രീനും ബ്ലാങ്കറ്റ്, പിന്നെ ഒരു ഹെഡ്സെറ്റ് നിൽക്കും ഇതവിടെ. അപ്പോൾ ഇത് 3 സാധനങ്ങൾ നമുക്ക് ഖത്തർ എയർവേസിൻ്റെ ഇതിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ വാങ്ങിയതാണ് ഫോട്ടോ ഇവരുടെ അല്ല. ഖത്തർ എയർവേസ് ഞങ്ങൾ എക്കോണമി, നിങ്ങൾ കണ്ടോ എക്കോണമിയിലെ ബിസിനസ് ക്ലാസ്സിന് മുന്നിലൂടെയും കയറി ഉണ്ടാവുക. ഞങ്ങൾ തിരിച്ച് അപ്ഗ്രേഡ് ചെയ്താലൊന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. നമ്മുടെ ജൂനിയേഴ്സ് ഞങ്ങളെ എക്കോണമി ക്ലാസ്സിലാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ എന്നാലും സാരില്ല, ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ജൂനിയേഴ്സ് ഞങ്ങൾ പറ്റിച്ചു. അത് വേറെ കാര്യം. ബിസിനസ് ക്ലാസ് എന്നിട്ട് എക്കോണമി ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നു. കണ്ടോ ഞങ്ങളെ ബുദ്ധിമുട്ടി തിരുത്തിക്കുന്നുണ്ട്. ഇവളെ കാശ് തന്നെ ഞാനാ കൊടുത്തത്. എന്റെ അവതാരത്തിൽ ഓക്ക് അത് കിട്ടണം. ഞാൻ ഇതിൽ വെച്ച് തന്നെ നന്നായി. ഞാൻ അധികം ഡയലോഗ് അടിച്ച് കഴിഞ്ഞാൽ ടയർ എഴുതിക്കൊണ്ട് ചിറകില് നല്ല മഴ ഉണ്ട് കേട്ടോ, നല്ല മഴ ഉണ്ട്. എനിക്കിതൊന്ന് കാണാം. ഇതൊന്നും വല്ല നമ്മള് സിനിമയാണ് വേണ്ടിക്കത്. സായിയുടെ കണ്ടിരിക്കുന്നോ? ഞാൻ ഈ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ക്യാമറ ആക്സസ് ചെയ്യും. കാറിലെ ക്യാമറ പോലെയാണ്. നമ്മളുണ്ടല്ലോ, നമ്മളെ പുറത്തുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഫ്ലൈറ്റിന് ചുറ്റും ആൾക്കാർ എന്ത് ചെയ്യുന്നു. Illuminated signs posted placards and cabin crew instructions at all times. Privileged club members can enjoy unlimited complimentary Starlink Wi-Fi. അയ്യോ എനിക്കൊന്നുമില്ല. അയ്യോ എനിക്ക് സാധനം തന്നില്ല. ഇവരെന്തോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ സാധനം എനിക്ക് തന്നില്ല. അയ്യോ എനിക്ക് തന്നില്ല. തണുത്തപ്പോൾ പുതച്ച് ഇരിക്കാന്ന് വിചാരിച്ചു. കഴുത്തിൽ മുട്ടി വെച്ചത് ശരിയാവില്ലേ. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഓൾറെഡി ഇങ്ങനത്തെ സാധനം ഉണ്ട്, ഇതുണ്ട്. പിന്നെ നമുക്ക് തള്ളി മറിക്കാൻ കേട്ടോ, വെറുതെ തള്ളി മറിക്കുക. അല്ല തണുക്കില്ലേ? തണുക്കുണ്ട്. പിന്നെ കുറച്ചുകൂടി ഇരിക്കുന്നുണ്ട്. ചെവി കാറ്റ് നല്ല തണുപ്പുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഞാൻ എൻ്റെ ഫ്ലൈറ്റ് എവിടെയാണ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഓണാക്കിയതാണ്. നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. കണ്ടോ നമ്മളെ ഫ്ലൈറ്റ് ഇപ്പോൾ ബാക്കിലേക്ക് പോവാണ്. ആ വ്യൂ ആണിത്. എന്താ നടക്കണമെന്നുള്ളത് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും. ഖത്തർ എയർവേസിൽ സ്ക്രീനുണ്ട്. സായിയുടെ സിനിമ ആണ് കൽക്കി.
ഫൈനലി നമ്മൾ ഇവിടെ എത്തി. എവിടെ? ഖത്തറെത്തി. ഇനി ടൈമൊന്നുമില്ല, നേരെ അടുത്ത ഫ്ലൈറ്റ് പിടിച്ചിട്ട് 8 മണിക്ക് ഡിപ്പാർച്ചറാണ്. ഓടണം ഗേറ്റ് കണ്ടുപിടിച്ചിട്ട് ഓടണം, എന്നിട്ട് വേണം വരികയിറങ്ങാൻ. അപ്പോൾ നമ്മൾ ഖത്തറെത്തി. ഖത്തറിലെ സമയം 6 മണി. ഭയങ്കര വെയിലാണ്. 6 മണി വരെ നമ്മളങ്ങനെ ഖത്തറെത്തിയിട്ട് ഖത്തർ എയർപോർട്ട് എത്തിയിട്ട് നമ്മൾ ദോഹ സൈഡ് കൺസേണുള്ള പേടിപ്പെടുത്തുന്ന ഖത്തർ നമ്മൾ എത്തിയിട്ടുണ്ട്. ഡ്രോണുകളും മിസൈലുകളും വരുമെന്നുള്ളത് കണ്ടറിയാം. പക്ഷെ നല്ല വൃത്തിയില്ല സ്ഥലം. ഇത് നമ്മുടെ എന്നോടൊരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഓഫീസിലുള്ള ഫ്രണ്ട് പറഞ്ഞിരുന്നു ഖത്തർ എയർപോർട്ട് കാണാൻ ഭയങ്കര അടിപൊളിയാണെന്ന്. വാട്ടർഫാളുണ്ട്, പിന്നെ ഭയങ്കര കാട്ട്, ഒരു കാട് മൂടാണ്, നല്ല രസമുണ്ട്. ഹരിതാപം പച്ചപ്പോൾ ഞങ്ങൾക്ക് മിസ്സായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഹരിതാപം പച്ചപ്പോൾ ഖത്തറിൽ കിട്ടിയിട്ടുണ്ട്. ഡിയോർ കാണാൻ നല്ല രസമുണ്ട് അല്ലേ? എനിക്കിത് വാങ്ങിത്തരാൻ ആഗ്രഹമുണ്ടോ? ഓനെ പോക്കറ്റ് കീറും. എനിക്ക് അങ്ങനത്തെ വലിയ ബ്രാൻഡ് ഈ മണ്ണിനടി ഈ സൂര്യന് കീഴിലുള്ള എന്ത് നിനക്ക് വാങ്ങാൻ, ഇതിന്റെ ഭർത്താവിന് അതിന്റെ ആസ്തിയുണ്ട്. മറ്റേ ഡയലോഗ് 15 മിനിറ്റ് ഉണ്ട്. വണ്ടി വിളിച്ചു, ആ വണ്ടി ക്യാബ്. ഇതാണ് എന്നോട് പറഞ്ഞ വാട്ടർഫാൾ ഉണ്ട് പറഞ്ഞ. അവിടെ ഭയങ്കര ശബ്ദം കേൾക്കേണ്ട വാട്ടർഫാളാണ്. വണ്ടിയിൽ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവാണ് ഖത്തറിന്. കാര്യം പറ്റുന്ന ഷൂട്ടിങ്ങിലാണ്. ഖത്തർ എയർപോർട്ട് ചുറ്റാണ്. നമ്മളിത് എത്ര കുറേ ദൂരമുള്ള പോണ്. നമ്മുടെ ബിസിനസ് ക്ലാസ് ഉണ്ട്. നമ്മളിപ്പോൾ ഖത്തർ എയർവേസിൽ പോവാണ് കേട്ടോ. ഖത്തർ എയർവേസിന് നമ്മൾ ദോഹയാണ് ആംസ്റ്റർഡാമിൽ പോകുമ്പോൾ മാപ്പ് നോക്കിയോ, ചുറ്റി ചുറ്റിയോ നമ്മളെ ഈ മാപ്പിനൊരു പ്രത്യേകത പലസ്തീൻ ടെറിട്ടറീസ് പറയോ. ഖത്തർ എയർവേസ് ആയതുകൊണ്ടാണ് പോകുന്നത്. പലസ്തീൻ ടെറിട്ടറീസിനെ കാണിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ രാജ്യങ്ങളും പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഗാസി ചെയ്തിട്ടുണ്ട്, ഇസ്രായേലില്ല. നമ്മളിപ്പോ ഇവിടെ എത്തി. ഹെയില് കടന്നോ? ജോർദാൻ ടെറിട്ടറി. അവിടെ നേരെ തബൂക്ക്, തബൂക്കിന് നേരെ പിന്നെ ഗാസ പോർട്ട് സൈഡിനെ കാണിക്കുന്നുണ്ട്. ഇവിടെ ചെറുതായിട്ട് പലസ്തീൻ ടെറിട്ടറീസിനെ കാണിച്ചിട്ടുണ്ട്. ഇസ്രായേലിനെ ഒഴിവാക്കി, നൈസായിട്ട് ഒഴിവാക്കി. നമ്മളിനി നമ്മൾ പോണത് എന്താ, നമ്മൾ ഈ ഭാഗത്തേക്ക് പോണത്. ഈ ഭാഗത്തേക്ക് ഇവിടെ
യെസ്, അങ്ങനെ ഞങ്ങൾ നെതർലാൻഡ്സ് ടച്ച് ഡൗൺ ആംസ്റ്റർഡാം. യെസ് യെസ് റൺവേയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി കാല് കുത്താൻ പോകാനുള്ള എക്സൈറ്റ്മെന്റിലുണ്ട്. ഏതാ? യെസ്, അതെ. ഇവിടെ ഒന്ന് കയറും. നമ്മള് ആംസ്റ്റർഡാം നെതർലാൻഡ്സ് എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ ഇനി നെതർലാൻഡ്സില് എമിഗ്രേഷന് പോട്ടെ. ഇനി ഫുള്ള് കളികൾ നെതർലാൻഡ്സില്, യൂറോപ്പിൽ ആംസ്റ്റർഡാമില്. ഒന്നുമില്ല, നടക്കുക, ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഷോർട്സ് ഇതൊക്കെ ഇടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആംസ്റ്റർഡാം നെതർലാൻഡ്സ്. ഇപ്പോഴാണ് മനസ്സിലായത് ഈ പണിയെടുക്കുന്നത് ഒരു ബേക്കറിയിലാണെന്ന്. ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞു. എൻ്റെ ആൽബർട്ടൈന് എൻ്റെ കമ്പനീൻ്റെ ക്ലയൻറ്റ്. അപ്പോൾ ഗൈസ് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മളെ കൊണ്ടുപോകാൻ നമ്മുടെ ക്യാബ് ഡ്രൈവർ വന്നിട്ടുണ്ട്. നമ്മളെ കൂടെ ഒരു 28 പേരുണ്ട്. 28 അതെ. ഞങ്ങൾ ഇപ്പോൾ സമയം 4 മണി. ഇവിടെ ഞങ്ങൾ ക്യാബ് ഡ്രൈവർ ഒന്ന് കൊണ്ടുപോകുമ്പോൾ നമ്മളോട് പറയുന്നത് ഇവിടുത്തെ സമ്മറാണെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു ഇവിടുത്തെ സമ്മറാണ് ചോദിച്ചത്. എത്ര ഡിഗ്രി വെച്ചോ? 17-18 ഡിഗ്രി. അതാണ് ഇവിടുത്തെ സമ്മർ. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല നൈസ് തുണികളാണ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. തണുത്ത് വരച്ച് ചാവുന്ന ഉറപ്പ്. ഇപ്പോഴും നല്ല തണുപ്പ് തുടങ്ങിയിട്ട്, അതും നട്ടുച്ചയാണ് സമയം, മഞ്ഞും ചാടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞങ്ങൾ ഇതാണ് ക്യാബ് ഡ്രൈവർ, അവരോട് ചോദിച്ചു ഇവിടുത്തെ സമ്മർ പറഞ്ഞാൽ ഞങ്ങളുടെ വിൻ്ററാണ് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു അയിനോ എന്നൊക്കെ. ഇത് അറിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ പെട്ടു ഗൈസ്. അപ്പോൾ നമ്മൾ ഇതാണ് ക്യാബ് ഡ്രൈവർ. നല്ല ദൂരെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മഞ്ഞ് ചാടുണ്ട് അവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ടീം. ഇതൊക്കെ നമ്മുടെ ടീം. ഇതാണ് നമ്മുടെ നെതർലാൻഡ്സ് കേട്ടോ. നെതർലാൻഡ്സ് എപ്പടി ഇருக்கு? നെതർലാൻഡ്സോ ചെന്നാക്കിയത് ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇറങ്ങിയ ഫീലുണ്ട്. അല്ല, ഇത് വലിയ സംഭവം. ഫുള്ള് സൈപ്പം വരാ. മറ്റേ റീല് പറഞ്ഞ മാതിരി അവിടെ മുന്നിൽ നോക്കിയോ ഫ്ലൈറ്റ് തോന്നും. പക്ഷെ നല്ല ഒരു ഇവിടെ നമുക്കൊരു നോർമൽ നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ സാധനം തന്നെയാണ്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ എന്താ ചെറുതായിട്ട് മഞ്ഞാണോ ഡ്രസ്സിങ് ആണോ എന്ന് മനസ്സിലാവില്ല. വെള്ളം ചാടുണ്ട്, ചെറിയതായിട്ട് ചാടുണ്ട്. ഇവിടുത്തെ സമ്മറാണ്. അപ്പോൾ ഇത് ക്രോസ് ആണ്. ഇത് കാക്കയും പ്രാവും കൂടിയാ തോന്നുന്നുണ്ട്. എപ്പോഴും പരാതിയാണല്ലോ ഞാൻ എൻ്റെ മുഖം മാത്രം കാണിക്കുന്നില്ല. ഞാൻ അതിന് പകരുന്ന ഈ സ്ഥലങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അത് ഇതല്ലല്ലോ, ഫ്ലൈറ്റ് അല്ലല്ലോ. നമ്മുടെ ടീം അപ്പോൾ ഇതാണ് നമ്മൾ പോണ ബസ്. ബസ് നമ്മുടെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടീം. ഹായ് ചേട്ടാ, ഒരു ഹായ് തരൂ. ഹായ്. ഇവിടെ ഇരിക്കല്ലേ, ഇവിടെ ഇരിക്കല്ലേ, എല്ലാം കാണും ചെയ്യാൻ തന്നെ. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി. ആദ്യം കയറി മുന്നിലെത്താന്ന് കണ്ടു. അപ്പോൾ നമ്മുടെ ഹോട്ടലിലേക്ക് ഇവിടുന്ന് 23 മിനിറ്റ് ഉള്ളത്. ഞങ്ങൾ ഇയാളുടെ ഇതിൽ നോക്കിയിട്ട് കണ്ടുപിടിച്ചു 23 മിനിറ്റ് ഉള്ളത്. ഇതാണ് നമ്മളെ. ഓക്കെ, നേരത്തെ വന്നത് ഞാൻ വിചാരിച്ചു ക്യാബ് ഡ്രൈവറാണ്. പക്ഷേ ഇദ്ദേഹമാണ് ഡ്രൈവർ, ബസ് ഡ്രൈവറാണ്, ക്യാബല്ല.
അപ്പൊ എന്തായാലും മാക്സിമം നിങ്ങൾക്ക് എല്ലാവർക്കും മാക്സിമം നല്ലൊരു കംഫർട്ട് നല്ലൊരു എക്സ്പീരിയൻസ് തരാന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം മാത്രമേ ട്രിപ്പിനുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്കംഫർട്ട് വരികയോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയോ എന്തുണ്ടെങ്കിലും എൻ്റെ അടുത്തോ എൻ്റെ അടുത്തോ നിങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ട്രിപ്പിന്റെ മെയിൻ ഹൈലൈറ്റ് സ്വിറ്റ്സർലാൻഡ് ആണ്. അപ്പോൾ ഇന്നും നാളെ നെതർലാൻഡ്, മറ്റന്നാളെ ബെൽജിയം വഴി പാരീസ്, ഒരു ദിവസം പാരീസ്, പിന്നെ ഫുൾ സ്വിറ്റ്സർലാൻഡ്, ലാസ്റ്റ് നമ്മൾ ബെർലിൻ എക്സ്പ്രസ് വഴി മിലാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ബുദ്ധിമുട്ടുണ്ട്, എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് പറയാം. അപ്പോൾ ഇന്ന് നമ്മുടെ പ്ലാൻ നമ്മൾ ഹോട്ടലിലെത്തും, എന്നിട്ട് ജസ്റ്റ് നമ്മളൊന്ന് കുളിച്ച് ഫ്രഷായി റിലാക്സ് ആയി ഒരു 5:30 5:40 നമ്മൾ ജസ്റ്റ് ഒന്ന് ആംസ്റ്റർഡാം സിറ്റി സെന്ററിലേക്ക് പോകും. ഓക്കെ. നമ്മൾ ടണലിലൂടെ പോകണല്ലോ. ലൈറ്റ്, യെല്ലോ ലൈറ്റ്. നമ്മള് കാണുന്ന ടണലല്ല ടണൽ. നിങ്ങളെ നാട്ടിലെത്തിയിട്ട് മലപ്പുറത്ത് എത്തിയിട്ട് പെരിന്തൽമണ്ണയിൽ അല്ല. അവിടുത്തെ ഒന്നല്ല ടണൽ, ഇവിടുത്തെയാണ് ടണൽ. പക്ഷെ വിന്ററിന് നമ്മൾ വരുന്ന സമയത്ത് കംപ്ലീറ്റ് ഇതെല്ലാം ഡാർക്കായിരിക്കും, മരങ്ങളും. അത് കിട്ടില്ല. ഷോക്ക് അബ്സോർബർ ഉള്ള സീറ്റാണ് അത്. നമ്മളത്രയും നാരോ ആയിട്ടുള്ള റോട്ടിൽ കൂടെയാണ് പോണത്. ഇപ്പോൾ ആയി, ഇപ്പോൾ വീതി കൂടിയ റോഡായി. സൈക്കിള് വേറെ കാണിക്കണ്ടല്ലോ. നമ്മുടെ ഹോളിഡേ ഇന്ന ഹോട്ടലിൽ എത്തിയിട്ടോ. ഇവിടെയാണ് നമ്മൾ സ്റ്റേ. ഇല്ല, മറ്റന്നാളെ നാളെ ഇവിടെ തന്നെ ഹോളിഡേ എക്സ്പ്രസ്. നാളെയല്ല നമ്മുടെ ക്രൂസ് കനാലൊക്കെ വരുന്നത്. ജുനൈസ് അങ്ങനെ ഞങ്ങളെ പറ്റിച്ചിരിക്കുന്ന കേസ്. ആവശ്യം പറയരുത് കേട്ടോ. കണ്ടോ എന്താ വെറുതെ അറിയാന്. ഒന്നുമില്ല ഹോട്ടല് ഞങ്ങള് പറയാൻ കാരണം തണുപ്പുണ്ടെന്ന് പറഞ്ഞതിന് മാത്രം പറഞ്ഞു കേട്ടോ. പക്ഷെ ഇപ്പൊ തണുപ്പ് പോയില്ലേ? നോർമൽ തണുപ്പ്, നമുക്ക് സുഖമുള്ള തണുപ്പ്. അല്ലല്ല, പുള്ളി വണ്ടി അങ്ങോട്ട് പോകാൻ വേണ്ടിട്ടാ. നമ്മൾ വന്ന ബസ്, നമ്മുടെ കൂടെ വന്ന ആൾക്കാർ ടോട്ടൽ 25 ആൾക്കാരാണ്. ജുനൈസാണ് കോർഡിനേറ്റർ, മൈൽസ് ട്രിപ്പ് ടീമിൻ്റെ മേജർ ആള്. ഹോട്ടൽ ഇഷ്ടമായോ? അടിച്ചു പൊളിക്കില്ലേ? ഇനി 10 ദിവസം പൊളിക്കില്ലേ? ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണല്ലോ. അപ്പൊ ഗൈസ് ഇത് കൊണ്ടുപോയിക്കോളൂ, ഞാൻ മറ്റേത് കൊണ്ടുവരാം. അതൊന്നുള്ളടോ മറ്റേ വലിയ സെറ്റപ്പ് ഒന്നുമില്ല. ഒന്ന് ഇവിടുത്തെ വലിയ സെറ്റപ്പ് ഇതൊക്കെ ആവും. ഉണ്ടോ സ്യൂട്ട് റൂം ഒക്കെ ഉള്ളേ? ഓ ഇസ്തിരി പെട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ റൂം. കുഞ്ഞു റൂമാണ്. ഒരു മിനിറ്റ് ഇതൊന്ന് കാണിച്ചു. ഇതാണ് നമ്മുടെ നോക്കൂ. അപ്പോൾ ഗൈസ് ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്, സായി കൃഷ്ണൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ. എന്താ ഉണ്ടോ എൻ്റെ ഷൂസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഷാനേട്ടൻ, രാജേഷേട്ടൻ, നിഷാനക്ക, ഓൾ അവർ ടീം, ശ്രീതേട്ടൻ, വിനയേട്ടൻ, അഭിലാഷ്, ജിത്തുബായ്, ഓസ്ട്രേലിയ.
അത് ഞാൻ ഒരു ഡെഡിക്കേറ്റ് ചെയ്തൊരു വീഡിയോ സിജു എന്റെ സിജു നിന്നെ ഞാൻ ഒരുപാട് ആംസ്റ്റർഡാമിൽ നീ ഇല്ലാത്ത ഓരോ ദിവസവും ഞാൻ എണ്ണി നടക്കും. ഈ ഏറ്റ ഇവിടെ ഉണ്ടായിരുന്നുണ്ടല്ലോ മോനെ, ലോകത്തിലെ സ്ട്രീറ്റ് പറയുന്നു ഏത് അടുത്താലും. അയ്യോ, അപ്പം എൻ്റെ ഓരോ ഔട്ട്ഫിറ്റ് ഇതാണ്. അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ട്. ഇവിടെ കുറേ കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഇവിടുത്തെ ടൈം 7:30 7:30 ഇത്രയും നല്ല പകൽ വെളിച്ചം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ജൂനിയേഴ്സാണ് പറഞ്ഞത് സമ്മർ സീസണിൽ ഇങ്ങനെയാവും, പക്ഷേ വിൻ്റർ സീസണിലാകുമ്പോൾ നേരത്തെ കിട്ടാവും. അപ്പോൾ ഇപ്പോൾ നല്ല തണുപ്പുണ്ട്. ഇവിടുത്തെ സമ്മറാന്ന് പറഞ്ഞിട്ട് നല്ല തണുപ്പ്. അപ്പം നമ്മളിപ്പോൾ ക്യാബ് പിടിച്ചിട്ടാണ് പോകുന്നത്. നമ്മൾ ഫോണിൽ വണ്ടി ചെയ്തെന്ന് വെച്ചാൽ ടെസ്ല. നമ്മുടെ നാട്ടിലൊന്നും നമ്മുടെ നാട്ടിലൊന്നും വന്നിട്ടേ ഇല്ലാത്ത ടെസ്ലയിലാണ് നമ്മളിപ്പോൾ പോണത്. സമയം നേരത്തെ പറഞ്ഞ പോലെ 8 മണി ആയിരിക്കണം. അപ്പോൾ അത്ര നല്ല വെളിച്ചുണ്ട്. ഇതാണ് നമ്മൾ ടെസ്ലേൻ്റെ അകം. അപ്പോൾ നമ്മളിപ്പോൾ പോണത് ടെസ്ലയിലാണ് പറഞ്ഞത്. 15 മിനിറ്റോടെ അവിടെ എത്തും. ഇതാണ് ടെസ്ലേൻ്റെ അകം. നല്ല പച്ച പകലിൽ വെളിച്ചം. നല്ല റോഡ്. ഈ സൈഡിലൊക്കെ നല്ല രസമില്ലേ? ഇത് നിങ്ങൾ കണ്ടാൽ ആംസ്റ്റർഡാമാന്ന് തോന്നുമോ? ഇല്ല, നമ്മൾ നാട് പോലെ തന്നെ ഉണ്ട്. നല്ല പച്ചപ്പും ഹരിതാപും ഉണ്ട്. ഇവിടുത്തെ കോളേജ് ഹോസ്റ്റലാകുന്നുണ്ട്, ഓറിയോൺ കോളേജ് ആംസ്റ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും സൈക്കിളിലാണ് പോണത്. പിന്നെ ആരോടും മിണ്ടലൊന്നുമില്ല, ആർക്കും പരിചയമില്ല അല്ലേ? ഒരു വണ്ടി പോണു, നല്ല കുഞ്ഞി ക്യൂട്ട് വണ്ടി. നല്ല രസമുണ്ട് കാണാൻ. നല്ല രസമുണ്ട് വണ്ടിയാണ്. ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു. ഇവിടെ എന്തൊക്കെയോ കുറേ ഷോപ്സ് ഉണ്ട്. എന്തായാലും പറഞ്ഞ പോലെ ആൾക്കാരൊക്കെ ഭയങ്കര കുറഞ്ഞു കേട്ടോ. അവിടെ നിന്ന് ആൾക്കാർ ഭയങ്കര കുറവാണ്. അവിടെ കുറവാ പോപ്പുലേഷൻ. അവിടെ ഫുള്ള് സൈക്കിളാട്ടോ, സൈക്കിൾ ഓടിക്കണം എല്ലാവരും. നല്ല സുഖമായിട്ട് പോവാ. ഗോൾ ആൻഡ് ഗോൾ. ആൽബർട്ട് എൻ്റെ ആൽബർട്ട് ഹൈൻ. E2S അതൊക്കെ ഉണ്ട്. എനിക്ക് വയ്യ. ഇതൊക്കെ എൻ്റെ കമ്പനീൻ്റെ ക്ലയൻസാണ്. അതാണ് എനിക്ക് ഭയങ്കര നൊസ്റ്റു അടിച്ചത്. ഇത് കോളേജാണോ അല്ല, എന്തൊരു ഹോട്ടൽ അല്ല, സ്കൂള്. ഹോഗ് സ്കൂൾ വാൻ ആംസ്റ്റർഡാം. നല്ല സെറ്റ് സ്കൂൾ. Amsterdam Center. Yeah. What are your goals? Middle. Down. Down.
യുനൈസും അല്ല സന്തോഷ് ജോർജ് പറഞ്ഞത് കറക്റ്റാ. യൂറോപ്പിൽ ഒരു വട്ടെങ്കിലും വരണം അല്ലേ? വരണം, എന്തായാലും വരണം. അല്ല ഞാൻ പറയാ, കാരണം ഞാൻ ജൂഡ്സ് മ്യൂസിയം ഇതാണോ എനിക്ക് തോന്നുന്നത് യുനൈസ് പറഞ്ഞ നാളെ പോകാനുള്ളത്? ജൂഡ്സ് മ്യൂസിയറ്റാണോ? സ്വപ്നത്തിലുണ്ടാവുന്നു അല്ലേ? അതുണ്ടാവോ വീജർ ബേബി? അപ്പോ ഇത് എനിക്ക് മനസ്സിലായി. അത് നമ്മുടെ സാധനങ്ങൾ വരും. അത് ഞാനറിയാതെ യൂറോപ്പിൽ പോയോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഡാം സെൻറ്റർ സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെയാണ് അവർ ഫുഡ് കഴിക്കാൻ പോയത്. എന്താ അത്, മഴയായോണ്ടാവും നിങ്ങൾക്കിത് കറക്റ്റ് കാണാതിരിക്കുന്നുണ്ടാവും. മഴത്തുള്ളിയുണ്ട്. അതാ ഞാൻ ഏതൊക്കെ വീഡിയോ എടുക്കണം, എന്തൊക്കെ വീഡിയോ മനസ്സിലാണ്. ഇപ്പുറത്ത് തിരിയുമ്പോൾ അപ്പുറത്തുണ്ട് സിസ് ഹോട്ടൽ. നിങ്ങൾ വരണം, നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും യൂറോപ്പ് വരണം. ഞാൻ എല്ലാവരോടും പറയാണ്, നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് വരണം. മോനെ ഉണ്ട് ആൽബർട്ടൈൻ. അപ്പോൾ നമ്മളൊരു പാസ്ത ഒക്കെ ഉള്ളൊരു കടയിൽ കയറിയിട്ട് അതാണ് നമ്മുടെ മെനു. നമുക്ക് ബിയർ എക്സ്ട്രാ കോൾഡ് ഉണ്ട്, ജിൻ ആൻഡ് ടോണിക്, വിസ്കി ഉണ്ട്, റെഡ് വൈൻ, വൈറ്റ് വൈൻ ഉണ്ട്, കോക്ടെയിൽ ഉണ്ട്. മനുഷ്യന് തണുത്തിട്ട് വയ്യ എന്തായാലും. ഒരു ഷോപ്പിംഗ് മാർക്കറ്റിൽ വന്നു കേട്ടോ. സായിക്ക് കുറച്ച് ഐറ്റംസ് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. ഇതല്ലേ 5-3 എന്നൊക്കെ ഉണ്ട്. അത് യൂറോ ആണെങ്കിൽ യൂറോ ആവും. 5 യൂറോ പറഞ്ഞാൽ 500 രൂപ. 2.29 ഉണ്ട്. 2 യൂറോ എന്ന് തോന്നുന്നു ഈ വെള്ളത്തിനൊക്കെ. ഇവിടെ ഒരു പുറത്തുനിന്ന് പ്രസ് അമർത്തിയിട്ടാണ് ഈ ഇത് മാറിയത്. ഓട്ടോമാറ്റിക് ആണ്, മാനുവലാണ്. ഓട്ടോമാറ്റിക് അല്ല, മാനുവലാണ്. അല്ല, ആ സംഭവം പടി ഇപ്പോൾ തട്ടുമോ? നമ്മളെ തിരിച്ച് ഹോട്ടലിലെത്തി. സമയം 10 മണി. മഴ ഇതാ റെയിൻബോ.